ഗുഡ് മോർണിംഗ്. സോ ഇന്ന് ഞാൻ എണീറ്റപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്ന്. ഇന്നോട്ട് ഞാൻ കുറച്ച് പുതിയ ശീലങ്ങൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനൊരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് എന്നും വിളിക്കാം. പിന്നെ ഞാൻ ഇപ്പോൾ വീട്ടിലാണ് ഉള്ളത്, ഹോസ്റ്റലിലല്ല. അപ്പോൾ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് അറ്റ് ഹൗസ് എന്നും വിളിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രൊഡക്റ്റീവ് ഡേ എനിക്ക് വീട്ടിൽ നിന്ന് ആക്കണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് ഞാൻ വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഈ ഇത്രയും നാളും വർക്കൗട്ട് ഡെയിലി ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വീട്ടിൽ വരും ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഫ്രഷ്നെസ് കിട്ടാറില്ല. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും എനിക്ക് പ്രൊഡക്റ്റീവ് ആക്കണം എന്ന് എനിക്ക് ഫീൽ ചെയ്താൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം രാവിലെ എണീറ്റ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് കുറച്ചൊരു എനർജി ഒക്കെ കിട്ടും. അതിനാണ് ഞാൻ ഇന്നോട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഒരാഴ്ച ഞാൻ വീട്ടിലുണ്ടാവും. അപ്പോൾ പിന്നെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, ഒരാഴ്ച ഞാൻ അൺപ്രൊഡക്റ്റീവ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വർക്കൗട്ട് തുടങ്ങാം. വർക്കൗട്ട് ചെയ്യാൻ പോകുമ്പം വെള്ളം എടുക്കണം, ഇല്ലെങ്കിൽ മമ്മി മുകളിലോട്ട് കയറി വരികയും ചെയ്യും. പക്ഷെ ഇന്നത്തെ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ കുപ്പിയിലെ വെള്ളമൊക്കെ കുടിച്ച് തീർത്ത് രണ്ടാമത് വൈകുന്നേരത്തിന് മുമ്പ് നിറയ്ക്കണം എന്നാണ്. നമുക്ക് നോക്കാം കുടിച്ച് തീർക്കാൻ പറ്റുമോ. ഇത് റൂഫ് ഇട്ടതാണെങ്കിലും എൻ്റെ അമ്മയാണെങ്കിൽ ഇവിടെ എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. വീട്ടിലെ പെട്ടി സാധനമൊക്കെ ഇവിടെ വെക്കുക. അമ്മയ്ക്ക് വീട്ടിലങ്ങനെ ഒതുക്കം സാധനങ്ങൾ ഇരിക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് അടുത്തത് ശരിക്കും വാൾസിറ്റാണ്. പക്ഷെ ഞങ്ങളുടെ റൂഫിൽ ബോളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം കമ്പി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. മമ്മി രാവിലെ തന്നെ മുറ്റമൊക്കെ ക്ലീൻ ആക്കാണ് ഗായ്സ്. മമ്മി ഹായ്. നമുക്ക് പോവാം ഗായ്സ്. അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ വേർത്തു, അത്രയ്ക്കൊന്നും ചെയ്തില്ല, നോർമലായിട്ട് ചെയ്തുള്ളൂ. സോ നമ്മൾ ഇന്നത്തെ വർക്കൗട്ട് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് വരാം. ഓക്കെ, അങ്ങനെ ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ഇന്ന് ഞാൻ കഴിക്കുന്നത് ഓട്ട് ബൗളാണ് കേട്ടോ. ഓട്സും ആപ്പിളും മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാനൊരു ഓംപ്ലേറ്റും കഴിക്കുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് ആക്ച്വലി ഈ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഉച്ച വരെ അധികം വിശക്കാറില്ല ഇത് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പാത്രം കഴുകുകയാണ്. പൊതുവെ ഞാൻ പാത്രമൊന്നും കഴുകാറില്ല. പക്ഷെ ഇന്ന് മമ്മി പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് പാത്രങ്ങൾ എടുത്തു. അതുകൊണ്ട് മമ്മി പറഞ്ഞു നീ എടുത്ത പാത്രം മൊത്തം കഴുകി വെച്ചിട്ട് പോയാൽ മതി. അതുകൊണ്ട് ഞാൻ പാത്രം കഴുകുകയാണ്. ഇവിടെ കറണ്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോ ഇത്ര കുറച്ച് ഡാർക്കായിട്ടിരിക്കുന്നത്. ഇവിടെ രാവിലെ കറണ്ട് പോയതാണ്. ഇതാണ് ഇടുക്കിയിലൊക്കെ വീടായുള്ള ഏറ്റവും വലിയ പ്രശ്നം. കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തേക്ക് നോക്കിയാൽ മതി, ഇപ്പൊ ഒന്നും വരത്തില്ല. അപ്പം ഇതിപ്പോൾ നമ്മുടെ സ്റ്റഡി ടൈമാണ്. ആക്ച്വലി ഞാനിപ്പോൾ PSC പഠിക്കുന്നത്. ഞാൻ സൈലത്തിൻ്റെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആകെ ഞാൻ ജോയിൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഞാൻ ക്ലാസ്സിലൊന്നും കയറാറില്ല. ഇപ്പം തന്നെ ഭോപ്പാലിൽ പോയിട്ട് ഞാൻ 1.5 ആഴ്ചയോളം ക്ലാസ് പെൻഡിങ് ആയിട്ട് കിടക്കാം. ഞാൻ കയറിയത് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു, അതുകൊണ്ട് ഒരു കുന്ന് ക്ലാസ് കാണാനുണ്ട്. എനിക്കാണെങ്കിൽ ഇത്ര ക്ഷമയൊന്നുമില്ല. ഈ ഹിസ്റ്ററി മാത്സ് ഒക്കെ എനിക്ക് ഇത്രയും നേരം ഇരുന്ന് പഠിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. പക്ഷെ നമുക്ക് വേറെ വഴിയില്ല. ഞാൻ വിചാരിച്ച സ്പോർട്സ് വഴിയെങ്കിലും കയറി പോകുന്നു, പക്ഷേ സ്പോർട്സ് കണ്ടിട്ട് കയറിപ്പോകാനുള്ള ചാൻസസ് ഒന്നും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് പിന്നെ പഠിക്കാണ്ട് വേറെ വഴിയില്ല. അപ്പം ഞാൻ ഇന്ന് തൊട്ട് മൈൻഡൊക്കെ സെറ്റ് ആക്കിയിട്ട് ഇന്നോട്ട് പഠിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ആക്കി. ആ ഭാഗത്തൊക്കെ ഞാൻ ഉദാഹരണത്തിനുള്ള 45 ഒക്ടോബർ 24 നോർവേക്കാരനായി ട്രിഗ്വേലിയാണ് ആദ്യത്തെ സെക്രട്ടറി. അപ്പോൾ ഗായ്സ് നമ്മൾ പഠിച്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനൊന്ന് പുറത്തിറങ്ങി മമ്മീനെ കുറച്ച് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. മമ്മി കുറച്ച് പണിയിലാണ്, കുറച്ച് പുല്ല് വെട്ടൽ പരിപാടിയൊക്കെയാണ്. നിങ്ങൾ കാണുന്നുണ്ട് എൻ്റെ മമ്മീനെ. ഇത് വേറെ ആരുടെയോ പറമ്പിൽ കയറിയിട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മമ്മി ഹെൽപ്പ് വേണോ? എന്താ വേണ്ടേ? എടുത്തു കളയാനാ? പിന്നെ അതിന് ഞാൻ മണ്ടേ കയറണ്ടേ? ഇതൊക്കെ എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് കളയാം ഗൈസ്. ഓക്കെ, ഹായ്. അപ്പം ഞാൻ ഒന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കിടന്നുറങ്ങിയായിരുന്നു. കാരണം എനിക്കൊന്ന്
കുറച്ച് ദിവസമായല്ലോ ഒന്ന് നേരത്തെ എണീറ്റിട്ട് മേലൊക്കെ അനങ്ങിയിട്ട് അപ്പം നല്ല ക്ഷീണം വന്നപ്പോൾ ഞാൻ കിടന്നുറങ്ങി. അപ്പം ഇനി എനിക്കങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര് നടക്കുക. അപ്പം എന്തെങ്കിലും പരിപാടി ചെയ്യാൻ തോന്നുവാണെങ്കിൽ ഞാൻ ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് പരിപാടി എന്ന് പറയാൻ ഇനിയൊന്നുമില്ല. ഇനി അങ്ങോട്ട് പുറത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. എനിക്കൊന്നും മമ്മിയുടെ പരിപാടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മമ്മി ഇപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മമ്മിയാണ് ഉച്ചയ്ക്ക് ഫുഡും കഴിച്ചില്ലെന്ന് തോന്നുന്നു. മമ്മി ഇപ്പോഴും അവിടെ പണിതുകൊണ്ടിരിക്കുവാണ്. ഞാനപ്പം മടുത്തിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങിയായിരുന്നു. കണ്ട, മമ്മിയുടെ പണി ഇതുവരെ കഴിഞ്ഞില്ല. മമ്മി ഇങ്ങനെ പണിതുകൊണ്ട് നടക്കുകയാണ്, തോർത്തൊക്കെ കെട്ടിക്കൊണ്ട്. മമ്മി വാ, ഫുഡ് കഴിച്ചാ? ഞാൻ കഴിച്ച്. വൈകുന്നേരമായി. എന്നാ വാ സ്റ്റാമിനക്കാരി, അല്ലെങ്കിൽ നാളെ കിടപ്പിലാവും. 2 ചപ്പാത്തി ഒരു ചോറും കൊണ്ടിട്ടിരുന്നതാവോ 9:30 ഇപ്പൊ സമയം 4 മണി. 4 മണിയല്ല, 4 മണി. സ്റ്റാമിനുണ്ട്. മമ്മിക്ക് ഭയങ്കര സ്റ്റാമിനയാണ് ഗൈസ്. എനിക്ക് അത്ര സ്റ്റാമിന ഒന്നും നിൽക്കത്തില്ല. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇതുപോലത്തെ പണിയൊക്കെ ചെയ്താൽ മടുക്കും. അപ്പോൾ ഇവിടെ കുറച്ച് കപ്ലങ്ങപ്പഴം കിടപ്പുണ്ട്. നമ്മുടെ വീട്ടിൽ എല്ലാ ഐറ്റംസും ഉണ്ട്, കപ്ലങ്ങ, പാഷൻ ഫ്രൂട്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഇവിടെ ഇന്ന് കുറച്ച് കപ്ലങ്ങ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കപ്ലങ്ങപ്പഴം പറിക്കാമെന്ന്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് പഴുത്ത് കിടക്കുന്ന കപ്ലങ്ങ. ഇങ്ങനെ കുറേ അപ്പുറത്തൊരു കപ്ലങ്ങ മരമുണ്ട്, മാവുണ്ട്, ചേമ്പുണ്ട്, കപ്പയുണ്ട്. പിന്നെ അവിടെ റംബൂട്ടാൻ കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ? അവിടെ റംബൂട്ടാനുണ്ട്. പിന്നെ ഇവിടെ എവിടെയോ ഒരു അവക്കാഡോ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. വേറൊരു പഴത്തിൻ്റെ മരം. പിന്നെ തെങ്ങുണ്ട്. അങ്ങനെ എല്ലാ സകല വീട്ടിലോട്ടും വേണ്ട ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിതിപ്പോൾ പറിക്കാം. അപ്പോൾ ഈ പറിക്കുന്നതൊക്കെ ഒരു കലയാണ്, ഇതിനൊക്കെ ഒരു രീതിയുണ്ട്. അതൊക്കെ വെച്ചിട്ട് വേണം നമ്മളതൊക്കെ പറിക്കാൻ. ഓക്കെ, ഇത് കുറച്ച് എനിക്ക് അത്ര ഹൈറ്റ് ഉണ്ടെങ്കിൽ ഇതെൻ്റെ ഹൈറ്റിന് എത്തില്ല. അപ്പം നമുക്ക് മാണ്ടി മീൻസ് ഈ മതിൽ കയറി നിന്നിട്ട് വേണം നമുക്കത് പറിക്കാൻ. ഓക്കെ, യെസ്, നമ്മൾ സൂക്ഷിക്കണം, നമ്മൾ വീഴാണ്ട് സൂക്ഷിക്കണം. ഇതെന്നിട്ട് യെസ് ഗൈസ്, നമ്മൾ കപ്ലങ്ങപ്പഴം പറിച്ചു. ഇതത്ര പഴുത്തിട്ടില്ല, കളറുണ്ടെങ്കിലും അത്ര അങ്ങ് പഴുത്തിട്ടില്ല. എനിക്ക് കുറച്ചുകൂടി പഴുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നമ്മളിതങ്ങ് ചെത്തി വെക്കുകയാണെങ്കിൽ, ഈ പോർഷൻ ചെത്തി വെക്കുകയാണെങ്കിൽ നാളത്തേക്ക് ഇത് നന്നായിട്ട് പഴുത്ത് കിട്ടും. ഞാൻ അങ്ങനെയാണ് പഴുപ്പിക്കാറ്. നമുക്കിത് ചെത്തിയിട്ട് പഴുപ്പിക്കാൻ വെക്കാം, എന്നിട്ട് നാളെ തിന്നാം. സോ യെസ് ഗായ്സ്, ഞാനിപ്പോൾ വെറുതെ ഇരിക്കുകയാണ്, വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു നേച്ചർ എസൻസിൻ്റെ ഈ ഒരു ഗ്ലോയിങ് ഗോൾഡ് ഫേഷ്യൽ കിറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. കാരണം ഇത് കുറേ നാളെ ഇവിടെ മേടിച്ച് വെച്ചിട്ട്, ഞാനല്ല മേടിച്ച് വെച്ചത്, ചേച്ചിയാണ് മേടിച്ച് വെച്ചത്. അപ്പോൾ അവൾ ഇത് കണ്ടാൽ ചിലപ്പോൾ പ്രശ്നമാവും. എന്നാലും കുഴപ്പമില്ല, നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഞാൻ കുറേ വിചാരിക്കുന്നു. ഐ എം സോ എക്സൈറ്റഡ്. കാരണം ഞാൻ ഇതുവരെ ഫേഷ്യൽ കിറ്റ് ഒന്ന് സ്വയമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇത് ആദ്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, എങ്ങനെയാണെന്ന് പഠിക്കണം, എന്നിട്ട് വേണം ചെയ്ത് നോക്കാൻ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കൈയൊക്കെ കണ്ടോ, ഗോൾഡ് കളറായി. സോ യെസ് ഗായ്സ്, നമ്മൾ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞു. കുരുവൊക്കെ പൊട്ടിയുണ്ട്. നമുക്ക് നോക്കാം. ഇത് പറ്റുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കയറ്റാം. ഇതിപ്പോൾ വീഡിയോയിലെ ലെങ്ത് കൂടുവാണെങ്കിൽ ഞാനിത് സെപ്പറേറ്റ് ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടിടാം. ഈ ഫേഷ്യലൊക്കെ ചെയ്തതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ടിടാം. അപ്പം ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞാനൊരു ട്രാൻസിഷൻ വീഡിയോ എടുത്താലോ എന്ന് ഇങ്ങനെ കുറേ ആയി വിചാരിക്കുന്നു. ആക്ച്വലി എനിക്ക് ട്രാൻസിഷൻ വീഡിയോ എടുക്കണം എന്നുണ്ട്, പക്ഷേ എനിക്ക് മടിയാണ്. അത് മേക്കപ്പ് ഇടാൻ എനിക്കറിയില്ല, മേക്കപ്പ് ഇടാനും ഒരു കോൺഫിഡൻസ് കുറവുള്ള പോലെ. അപ്പം ഞാൻ വിചാരിച്ചു ചുമ്മാ ഒന്ന് എടുത്ത് നോക്കാം. നല്ലതാണെങ്കിൽ ഇട്ടാൽ മതിയല്ലോ, ഇനി നല്ലതല്ലെങ്കിൽ നമുക്ക് കാണാമല്ലോ. അപ്പോൾ ഇന്നൊന്ന് വെറുതെ എടുത്ത് നോക്കണം എന്നുണ്ട്. അപ്പം നമുക്ക് അതെടുക്കാനായിട്ട് ഞാൻ പോവാണ്. ഓക്കെ, യെസ്, നമ്മൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതായിരുന്നു എൻ്റെ ലുക്ക്. കൊള്ളാവോ? ഞാൻ തന്നെ ചെയ്തതാണ്. എനിക്കധികം മേക്കപ്പ് ചെയ്യാനൊന്നും അറിയത്തില്ല, എന്നാലും തട്ടിമുട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ മേക്കപ്പ് ചെയ്തു. ഇനി ഏറ്റവും വലിയ പണിയാണ് നമുക്കൊന്ന് പോയി കുളിക്കണം. ഇതൊക്കെ ഒന്ന് കഴുകിക്കളയണം. ഞാൻ ആകെ ടയർഡായി. ഇനി ഒന്ന് കുളിക്കണം. കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞാൻ വരാം. ഓക്കെ, സോ യെസ് ഗായ്സ്, നമ്മളങ്ങനെ ഫ്രഷൊക്കെ ആയി, മേക്കപ്പൊക്കെ കളഞ്ഞു.
അങ്ങനെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്, ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ ഉറങ്ങാൻ പോവാണ്, എല്ലാം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.